മൂന്ന് രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. ചിലർ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നു. ചിലർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ഹൃദയം നുറുങ്ങി ആത്മാർത്ഥതയോടെ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ഏതാണ്? കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥനയല്ല. അത് താൽക്കാലികമായി മാത്രമുള്ള പ്രാർത്ഥന. കാര്യം സാധിച്ചു കഴിയുമ്പോൾ അവർ പോകുന്നു. വീണ്ടും അവർക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും അവർ ദൈവസന്നിധിയെ എത്തിച്ചേരുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥനയല്ല. അതുപോലെയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് ക്രിസ്തു കപടഭക്തി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ഭക്തി അഭിനയിക്കുകയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വരികയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് താൽക്കാലികമായി അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. മൂന്നാമത്തേതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന, ഹൃദയം നുറുങ്ങി ഉള്ള പ്രാർത്ഥന. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയും ആത്മാർത്ഥതയോടെയും കണ്ണീരോടെയും എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന. അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയും അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം ചേർത്ത് പിടിക്കുകയും ആപത്ത്, അനർത്ഥങ്ങൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് തുണയായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമത്തേതായ ആത്മാർത്ഥമായി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ദൈവം സ്വീകരിക്കുന്ന പ്രാർത്ഥന അതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.